266 ദിവസത്തെ സമരത്തിന് പിന്നാലെ ആശാപ്രവർത്തകർക്ക് ആശ്വാസമായി പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ തീരുമാനം. മാസവേതനത്തിൽ 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിച്ചതോടെ 9000 രൂപ ലഭിച്ചിരുന്ന ആശാ വർക്കർമാർക്ക് ഇനി 12000 രൂപ ലഭിക്കും. എന്നാൽ 21000 രൂപ എന്ന അടിസ്ഥാന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് സമരസമിതി. ഈ ക്രൂരമായ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾ താഴെ ഇറക്കും. അന്ന് ഐക്യ ജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമെടുക്കും. അന്ന് പറഞ്ഞ ഉറപ്പ് പാലിച്ചു. മുൻ സർക്കാരിന്റെ കാലത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 266 ദിവസം സമരം നടത്തിയ ആശാപ്രവർത്തകരെ കൂടി പരിഗണിച്ചാണ് പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ തീരുമാനം. മാസവേതനത്തിൽ 3000 രൂപയുടെ വർധനവാണ് പ്രഖ്യാപിച്ചത്. നിലവിൽ ലഭിക്കുന്ന 9000 രൂപ 12000 ആകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് കൂടുതൽ വർധനവ് പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ആദ്യഘട്ടത്തിലായി അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുക ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. ആദ്യഘട്ട പ്രഖ്യാപനം പ്രതീക്ഷ നൽകുന്നതാണെങ്കിലും കൂടുതൽ വർധനവ് പ്രതീക്ഷിച്ചിരുന്നുവെന്നാണ് സമരസമിതിയുടെ പ്രതികരണം. അതെ, ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. കാരണം ഈ ഗവൺമെന്റിന്റെ ആദ്യ ക്യാബിനറ്റിൽ ആദ്യ ദിവസം തന്നെ സത്യപ്രതിജ്ഞ നടത്തിയ ആദ്യ ദിവസം തന്നെ ഇങ്ങനെ ഒരു വർധനവ് നടത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതേസമയം അധികാരത്തിലെത്തിയാൽ 21000 രൂപയും 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യവും നൽകുമെന്ന് പറഞ്ഞ പുതിയ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചത് 3000 രൂപ വർധനവ് മാത്രമാണെന്ന വിമർശനമാണ് മുൻ ധനമന്ത്രി ഉയർത്തിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.